നട്ടപ്പാതിരക്ക് നിങ്ങൾ റോട്ടിലിറങ്ങിക്കോയെന്ന് ചോദിച്ച സമയത്ത് എൻ്റെ പൊന്നാര ശിവനേ, അതിൻ്റെ കമൻറ്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിനോ? ഞാൻ തന്നെ നെട്ടിപ്പോയി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കമൻറ്റുകളൊക്കെ അയച്ചതിനെ കൊണ്ട് ഇനി ഞാൻ പുറത്തിറങ്ങൂലെന്ന്. അതും നട്ടപ്പാതിരക്ക്. ഈ വെട്ടി വിഴുങ്ങുന്നത് 2 മണിക്കാണ് എന്നുള്ളത് ഓർക്കണം. എന്താണെന്നറിയില്ല, ഡയറ്റ് എടുക്കുന്നത് കൊണ്ട് എൻ്റെ ഡയറ്റീഷ്യൻ എണ്ണക്കടികളൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയും ആക്രാന്തം മൂത്ത് കഴിക്കുന്നത്. അപ്പോൾ ഇന്നലെയും പോയി ഞാൻ രാത്രി തെണ്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാത്രി പോയി ഫുഡ് അടിക്കുക എന്ന് പറയുന്നത്, അതും അർദ്ധരാത്രി, നമ്മുടെ കള്ളിയങ്കാട്ട് നീലിയൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പോയിട്ട് ചായ കുടിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു സുഖമുള്ള പരിപാടിയാണ് ഗൈസ്. അതേ, മുളക് ബജി ആട്ടോ കഴിക്കുന്നത്. അതിൻ്റെ മസാല നല്ല അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ മുളകിൻ്റെ ലാസ്റ്റിലേക്ക് എച്ചാതി എരുവെന്നറിയോ. അതുകൊണ്ട് മുളക് ഞാനങ്ങ് ഒഴിവാക്കി. നല്ല അടിപൊളി ചട്നിയായിരുന്നു. ചട്നി നിർബന്ധിച്ച് തീറ്റിച്ചതാണ് അവർ. പക്ഷേ മേടിക്കുമ്പോൾ ഞാൻ ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. വേണ്ട എന്ന് പറഞ്ഞപ്പോൾ, തന്നോടല്ലേടോ ചോദിച്ചത്, എൻ്റെ വീടിൻ്റെ അടുത്തല്ലേ എന്ന് ചോദിച്ചെങ്ങാനാണ് ചട്നി അവർ വിളമ്പിയത്. വിളമ്പിക്കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും ചോദിച്ചു, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ മുളക് ബജിയും അവക്കാഡോ ജ്യൂസും ആയിരുന്നു കേട്ടോ. അപ്പോൾ ചായ അങ്ങ് മാറ്റിക്കാൻ, ചായ വേണ്ട, ചായ ബോറടിച്ചതുകൊണ്ട് ചായ കുടിച്ചില്ല. അപ്പോൾ ഒരു അവക്കാഡോയും മേടിച്ചു, ഒരു മുളക് ബജിയും മേടിച്ചു, അവനൊരു ബോണ്ട. പലരും പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഞാൻ ഫുഡ് വീഡിയോസ് കാണാറുണ്ട് കേട്ടോ എന്ന്. പലർക്കും എൻ്റെ ഡെയിലി വ്ളോഗും ഷോപ്പിങ്ങും വരയ്ക്കുന്ന വ്ളോഗും ഇതൊക്കെ കാണുന്നതിനേക്കാട്ടിലും എല്ലാവർക്കും ഇഷ്ടമെന്ന് പറയുന്നത് ഞാൻ ഫുഡ് വ്ളോഗ് ചെയ്യുന്നതാണ്. ഞാൻ കഴിക്കുമ്പോൾ കൊതി വരുന്നു എന്ന് പറയാറുണ്ട്. എന്താക്കാനാ, ദൈവം തന്നൊരു കഴിവാണ് ഈ തീറ്റി എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ട് തിന്നുന്നു, ഞാൻ തിന്നാൻ വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്നു. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ അവർ വീണ്ടും ചട്നിയൊക്കെ കൊണ്ട് തന്നു. ഞങ്ങൾ പോയത് ഞാൻ പറഞ്ഞല്ലോ 2 മണിയായിക്ക് പോകുമ്പോൾ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ കൊയിലാണ്ടി ഇഷ്ടം പോലെ ഷോപ്പുണ്ട് കേട്ടോ, ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ 24 hours തുറക്കുന്ന ഷോപ്പുകളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മറ്റേ കോളിഫ്ലവർ പൊരിച്ചത്. ഇതൊക്കെ എങ്ങോട്ടാണടേ പോണത് എന്ന് ചോദിച്ചാൽ എനിക്കും ഒരു ഉത്തരമില്ല. ഇത്രയും കാലം എനിക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത ഒരേ ഒരു ചോദ്യം ഇതാണ്, ഈ ഫുഡൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ കോളിഫ്ലവറിന് ചൂടില്ലായിരുന്നു കേട്ടോ. പക്ഷേ ചൂടില്ലെങ്കിൽ എന്താ, ഒന്നും ഞാൻ ബാക്കിയാക്കിയിട്ടില്ല. ബാക്കിയാക്കിയ കടക്കാരന് വിചാരിക്കും പാവം നിങ്ങൾ ബാക്കിയാക്കി എന്ന് വിചാരിച്ചിട്ട് ഒരു സങ്കടപ്പെടും. കടക്കാരെ സങ്കടപ്പെടുത്തുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെയധികം വിഷമമുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് കടക്കാരെ വിഷമിപ്പിക്കാതെ ഞാൻ അത് മുഴുവനോ തലങ്ങും വിലങ്ങും കണ്ടല്ലേ, തലങ്ങും വിലങ്ങും ഇരുന്ന് കഴിച്ചു. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ദേ വന്നു അടുത്ത ജ്യൂസ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഏത് പെട്ടിൻ്റെ അകത്തെ കടയെ പോലെയെന്ന്. പണ്ട് ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയും ജ്യൂസ് കുടിക്കാൻ പോയ സമയത്ത് ഓൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, PVC പൈപ്പാണോ എന്ന്. അമ്മാതിരി വലിയാണല്ലോ ഇനി വലിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് വാട്ടർ മെലണല്ലേ, എന്തായാലും വത്തക്ക ജ്യൂസ്, നമ്മളെ നാട്ടിൻപുറത്തെ ഭാഷ. അതും കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പോരാത്ത ഭാഗം ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കടലക്ക മിഠായി മേടിച്ചതാണ്. അതും കഴിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് ഇങ്ങ് പോന്നു. നല്ല സുഖകരമായിട്ടൊന്ന് ഉറങ്ങി. അത്രയേ ഉള്ളൂ ഈ അർദ്ധരാത്രി വിശേഷം. ഇനിയും ഞാൻ അർദ്ധരാത്രി പുറത്തിറങ്ങി എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടാൻ വരുന്നോലോട്, നിങ്ങൾ ഇട്ടോ, നിങ്ങൾക്ക് വേറെ പണി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇട്ടോളി. അത് ഫോണ് താഴെ പോയതാണ്, അതാണ് ബ്ലറായി കിടക്കുന്നത്. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.